ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ നോമ്പുതുറ വിശേഷങ്ങളാട്ടോ. ഇതുവരെ നമ്മൾ നോമ്പുതുറൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക, നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുക. അപ്പോൾ നമ്മളെ കുറച്ച് ബീഫ് കിട്ടി കേട്ടോ. അപ്പം ബീഫ് ഒന്ന് കട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞാൻ ഈ കട്ടിംഗ് ബോർഡുമ്പോൾ വെച്ചിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ തീരെ ഒരു പ്രയാസം കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നൽ എങ്ങനെയാണ്, നമ്മളിങ്ങനെ പലമ്മൽ കുത്തിരുന്നിട്ട് ഈ കാൽമലുണ്ടല്ലോ നമ്മളെ കത്തി ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാനാട്ടോ എനിക്ക് എളുപ്പം. അപ്പോൾ നമ്മൾ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടോ. ഞാൻ ബീഫുള്ളൊക്കെ അടുപ്പത്തേക്ക് വെച്ചിണേ, അതെടുക്കാനൊന്നും മറന്നുപോയി. പിന്നെ നമ്മൾ പൊടി വാട്ടിയിട്ട് 3 മണി 3:30 ആയതിന് ശേഷം നമുക്ക് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് ഇറങ്ങിട്ടോ. അപ്പം നമുക്ക് എന്താ അത്യാവശ്യം കുറച്ച് തോനെ തന്നെ പത്തിരി വേണ്ടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആൾ കുറവാണെങ്കിൽ ഇവിടെ എന്താണ് പത്തിരിയാട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളത്. അത് നോമ്പ് തുറക്കുമ്പോഴും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പള്ളി തറാവി കഴിഞ്ഞ് വന്നാലും വേണ്ടത് പത്തിരി തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കും. മക്കൾക്ക് എന്താണ് ഇഷ്ടമുള്ളത്, നോമ്പ് പറ്റതല്ല, നമ്മൾ ഓരോ ബുദ്ധിമുട്ടിപ്പിക്കരുതല്ലോ. നമുക്ക് ആവരെങ്കിലും മക്കളെ ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നോമ്പ് പറ്റിയാൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ പത്തിരി തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനിതാ പൊടിയൊക്കെ നല്ലോണം വാട്ടി കുഴച്ച് ഇനി ഓരോന്ന് ഉരുളകളാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണല്ലോ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങണം കേട്ടോ. എന്നാലും എന്താണ് 6 മണിയാകുമ്പോഴത്തേക്കും നമ്മളെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് പൊരിച്ചേക്കുള്ളതുകൂടി ഉണ്ടാക്കി വെച്ചാലും നമുക്ക് പിന്നെ കിച്ചണിലേക്കോട്ട് ഇറങ്ങണ്ട. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ സുഖമാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഇതുപോലെ ഉരുളകളാക്കി ഇങ്ങനെ വെച്ചിന് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പത്തിരി ഇങ്ങനെ പരുത്തി റെഡിയാക്കി വെക്കാം കേട്ടോ. പത്തിരി ഉണ്ടാക്കാൻ കുറച്ചൊരു റിസ്ക് ആണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. പത്തിരിയും ബീഫ് കറിയൊക്കെ വട കൂട്ടിയൊക്കെ നിൽക്കാന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഇന്ന് എന്താ നോമ്പെടുക്കുമ്പോൾ ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ. നമ്മളെ കുഞ്ഞു വീഡിയോസ് ഇങ്ങനത്തെ ഒക്കെ ആയിട്ട് നമ്മളൊരു ദിവസം ഇങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മളോട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നോമ്പൊക്കെ ഒരു സുഖം തന്നെ, ഒരു പ്രത്യേക ഒരു സുഖമാട്ടോ നമ്മളെ നോമ്പ് എന്ന് പറയുന്നത്. നോമ്പ് നോൽക്കാൻ പൊലിച്ചൊക്കെ എണീക്കുക, അപ്പോൾ നോമ്പ് തുറന്ന് എല്ലാവരോടും കൂടെ ഇരുന്ന് നോമ്പ് തുറന്ന് പിന്നെ തറാവി ഒക്കെ ഒരു പ്രത്യേക തന്നെ ഒരു സുഖമേ. എല്ലാവരും കൂടി കൂടിയിട്ട് അതൊക്കെ നിസ്കരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു പ്രത്യേക സുഖം കേട്ടോ. എന്താ നമ്മളെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫ് ഞാൻ വരട്ടിയതാണ് കേട്ടോ. അത് റെഡി ആയിന്. ഇനി നമുക്ക് പത്തിരിക്കല്ല് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിന്. ഇനി നമുക്ക് പത്തിരി ചുടാം. ഞാൻ ഓരോ കൊല്ലം ഇങ്ങനെ വിചാരിക്കും കേട്ടോ, അടുത്ത റമദാൻ ആകുമ്പോഴത്തേനെങ്കിലും നമ്മൾ ഈ പത്തിരിക്കല്ല് മാറ്റണം എന്നുള്ളത് കേട്ടോ. നമുക്കത് മാറ്റാനുള്ളത് സമയം ആയില്ല എന്നുണ്ട്. ഈ വർഷം നമുക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് മാറ്റണം. അപ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഓരോന്നുണ്ടാവും. നമുക്ക് അധികം നമ്മളെ ക്യാഷ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെടുക്കാനാട്ടോ ഉണ്ടാവർ, മരുന്ന് വാങ്ങാൻ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ പത്തിരിക്കല്ലൊക്കെ തന്നെ അടക്കട്ടെ എന്ന് വിചാരിച്ച്. ഇതിമ്മലിപ്പോൾ ചുടാലോ, വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ നമ്മളെ പത്തിരികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരിക്കായിട്ടാട്ടോ ചുട്ടുകൊണ്ടിരിക്കണം. ഒന്ന് മറിക്കണ് അപ്പോഴത്തേന് അപ്പുറത്തിടുന്നത്. ഇത് എളുപ്പമാണ്. പിന്നെ കൂടി തരാമെന്ന് പറഞ്ഞാൽ മക്കളിനെ കൂടി തരും കേട്ടോ. പിന്നെ വിചാരിച്ച് ഓരെയും ബുദ്ധിമുട്ടാക്കണ്ട, നോമ്പ് നോറ്റതല്ലേ, ഓരെയും ബുദ്ധിമുട്ടാക്കണ്ട. എന്നാലും എടുക്ക് വന്ന് എന്തിനോ കൂടി തരണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഓരൊക്കെ പത്തിരി പരത്തിയാൽ എന്താണെന്നോ പത്തിരി ഇങ്ങോട്ട് ഉഷാറായി ഇങ്ങോട്ട് വരും. മോനിങ്ങനെ വന്ന് നോക്കും, ഓനിങ്ങനെ ഒരു വെറി ആവട്ടെ, ഞാൻ ഒറ്റക്കാണല്ലോ ഉണ്ടാക്കണമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ എന്താണെന്നോ ഒരു പ്രത്യേക ആരും മിണ്ടാതെ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു സുഖം. ഒരാളോട് ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു സുഖം കേട്ടോ. പിന്നെ ഒരാളോട് കൂടാണ്ടാകുമ്പോൾ 100 അഭിപ്രായങ്ങളുണ്ടാകും കേട്ടോ. അത് നല്ല ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കുക നല്ലത്. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് കുറച്ച് ഒരു ഉള്ളിവട ചുടാമെന്ന് വിചാരിച്ചിട്ടോ. മോൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ സാധാരണ ഒന്നും ഉണ്ടാക്കുകയല്ല. കാരണം എന്താ വെച്ചാൽ ചെറിയ മോൻ്റെ സർജറി കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റൂല കേട്ടോ. പിന്നെ ഓനും കഴിക്കല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വലിയ മോൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി കൊടുത്ത്. അല്ലാഞ്ഞാൽ എന്താണല്ലോ ഒരാൾ വീട്ടിൽ കഴിക്കാതെ നിൽക്കുമ്പോൾ ഒരു കൂട്ടർ കഴിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയുള്ള കേസല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കുക, ഉടനെ വല്ലാതെ ഈ കഴിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും 1 2 കഴിച്ചും ചെയ്തിന് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടാക്കാൻ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സമയത്ത് അവന് സർജറി കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാത്തത്. അപ്പോൾ ഉള്ളത് വെച്ച് പത്തിരിയും ഇങ്ങനെ ചെറിയ രീതിയിലുള്ള കറികളൊക്കെ കൂട്ടിയാണ് നമ്മൾ കഴിക്കൽ.
അപ്പം ഇന്ന് നമ്മളിതാ ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി ഇങ്ങോട്ട് പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കണം കേട്ടോ. തരിക്കഞ്ഞി മെയിൻ പ്രാധാന്യം ആർക്കാണ്, എനിക്ക് അതുകൊണ്ടാട്ടോ ഇഷ്ടം. അതുണ്ടെങ്കിലേ എനിക്ക് നോമ്പ് ഒരു റാഹത്താവുള്ളൂ. അതൊരു ഗ്ലാസ് കുടിച്ചാൽ ഭയങ്കര റാഹത്ത് തന്നെ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടുകൊണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചട്ടി നമ്മൾ ഒഴിവാക്കിയില്ല കേട്ടോ. ചട്ടിയാണ് നമ്മളെ മെയിനായിട്ടുള്ളത്. അത് ഒഴിവാക്കാൻ തോന്നൂല. അതൊരു ബർക്കത്ത് തന്നെയൊന്നും ഉണ്ട് ആ ചട്ടിക്ക്. എത്രയോ പഴക്കമുള്ളതാണ്. പിന്നെ ആ ചട്ടിയിൽ തന്നെ ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തോ നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് വന്നാണ് കേട്ടോ. അധികം വലുപ്പമില്ല, അധികം ചെറുതുമല്ല, എന്നാലും നല്ല ഉഷാറായിട്ട് തന്നെ എന്താണ് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. വലിയ ആർഭാടങ്ങളില്ലെങ്കിലും നമ്മളോട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നോമ്പറക്കുക. അതൊക്കെ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. ഇന്നൊക്കെ നിങ്ങളെന്താ നോമ്പറക്കാൻ ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ഞങ്ങൾക്ക് ഇങ്ങനെ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇനി ഇവിടുന്നായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ലാതെക്കാനോ ഹോസ്പിറ്റലിലൊന്നും അഡ്മിറ്റ് ആവാതെക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ റമദാൻ മാസത്തിൽ നിങ്ങളെ ദ്വായിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ദ്വായിൽ ഉൾപ്പെടുത്തുക കേട്ടോ. ഇത് 2-3 വർഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ഈ റമദാനൊക്കെ ആകുമ്പോഴത്തേനൊരു പേടിയാണ്. കഴിഞ്ഞ റമദാനൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. ഇപ്രാവശ്യമാണ് പിന്നെയൊരു സമാധാനം വീട്ടിൽ നിൽക്കുന്നത്. ഇനി വ്യാഴാഴ്ച ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോകണം. അപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. അതിനെക്കുറിച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് റിസൾട്ടൊക്കെ ഇനി നോർമലായാൽ മതിയേനെ. അതിനൊക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്തട്ടോ. ഇതാ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ട് ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മോൻ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഓന് ഇനി എന്തെങ്കിലും കൂടി തരണോ ഇല്ലേ എന്നുള്ളതൊക്കെ. ഇനി നമ്മളെ ചട്ടി ഇങ്ങോട്ട് ഇറക്കി വെച്ച് ഇനി നമുക്ക് തരിക്കഞ്ഞി വെക്കട്ടോ. റവാ തരിക്കഞ്ഞി അതുണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ചായ അടുപ്പത്ത് വെച്ചാൽ എന്തായി നമ്മൾ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇതാ നമ്മളുടെ ഉള്ളിവട എന്നും പറയാം, കൊക്കവട എന്നും പറയാം കേട്ടോ. ചെറുതുമല്ല വലുതുമല്ല, നല്ല ഉഷാറായിട്ട് തന്നെ നല്ലോണം മുരിഞ്ഞ് വന്നതാണ്. ഇനി നമ്മളെ തരിക്കഞ്ഞി കേട്ടോ. പിന്നെ തരിക്കഞ്ഞി നമ്മൾ പാൽപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ, പാലിലേക്കല്ല കേട്ടോ. പിന്നെ പാലൊന്നും ഇപ്പം വല്ലാതെ കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളങ്ങനെ വാങ്ങലില്ല. അപ്പം പാൽപ്പൊടി കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലൊരു തരിക്കഞ്ഞിയും കാച്ചാന്ന് വിചാരിച്ച്. ഇനി അത് തരിക്കഞ്ഞിക്കുള്ള റവയൊക്കെ അതാ നല്ലോണം കഴുകി വൃത്തിയാക്കി തന്നെ നമ്മളത് അതുപോലെ കാച്ചിട്ട്. അധികം വേണ്ടത് ഒരു 2-3 ഗ്ലാസ് മതി കേട്ടോ. ഇവിടെ നമുക്ക് അധികം ഉണ്ടാക്കിയിട്ട് നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. കുടിക്കുന്നതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതും റെഡി ആയതുകൊണ്ട് നിൽക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ റെഡിയാക്കിയിട്ട് നമ്മളൊരു 6 മണി ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാ പണിയും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട്